നമ്മുടെ സ്ഥാപനം മെറ്റലേജ് മിഷണറീസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട. നമ്മളുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഫുഡ് പ്രോസസ്സിംഗ് മിഷണറീസ് ആണ്. ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിക്കുന്നത്, വറക്കുന്നത്, അതിനോടനുബന്ധിച്ച മെഷീനുകൾ, അതുപോലെ തന്നെ ആയുർവേദ മെഷീനറികൾ, ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ മെഷീനറികൾ, ഇങ്ങനെയുള്ള മെഷീനുകളാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റുകൾ, നമ്മുടെ ചെറിയ രീതിയിൽ നാനോ യൂണിറ്റുകൾ തുടങ്ങി മാസ് പ്രൊഡക്ഷനിൽ വരുന്ന യൂണിറ്റുകൾക്ക് ആവശ്യമായ മെഷീനുകളെല്ലാം നമ്മൾ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ വരുമ്പോൾ മില്ലുകൾ, ചെറിയ ഫ്ലോർ മില്ലുകൾ തുടങ്ങുന്നത്, അതുപോലെ തന്നെ പാക്കിംഗ് യൂണിറ്റുകൾക്കുള്ളത്, ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായത് മെഷീനുകൾ, ഇതെല്ലാം നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതിന് വേണ്ടിയുള്ള ഐഡിയകളും കാര്യങ്ങളും ഒരു പുതിയ സംരംഭകന് ആവശ്യമായ കാര്യങ്ങളെല്ലാം, നിർദ്ദേശങ്ങളോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായ ഇപ്പോൾ മസാലകൾ, അതുപോലെ പൊടികളൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായ റെസിപ്പി കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യണം, അതിൻ്റെ പ്രവർത്തന രീതികൾ, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനും അത് ചെയ്യിക്കുന്നതിനുള്ള സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. പുതിയതായിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ മസാലകളും പൊടിക്കുമ്പോൾ അവർക്ക് അല്ലെ, പിന്നെ നമ്മളിപ്പോ സാമ്പാർ മസാല അങ്ങനത്തെ മസാലകൾ ഉണ്ടാക്കുന്നെങ്കിൽ അപ്പൊ അതിന്റെ ഒരു റെസിപ്പി വേണ്ടിയിട്ടില്ലേ? അതിനുള്ള ഇപ്പൊ നമ്മൾ മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുള്ള ഇതിനു വേണ്ടിയുള്ള റെസിപ്പി കാര്യങ്ങൾ ചെയ്ത് അവരുടെ സൈറ്റിൽ വന്ന്, ഇപ്പം നമ്മളൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങേണ്ടത് അവരുടെ സ്ഥാപനത്തിൽ വന്ന് ഇതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ആൾക്കാരും അതിനുള്ള സൗകര്യങ്ങളും നമ്മളുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് അവിടെ വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് നമ്മളതെല്ലാം വർക്ക് ചെയ്യിച്ച് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഏതൊരുള്ള മസാലകൾ ചെയ്യണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ റെസിപ്പികളും പറഞ്ഞു. ഇപ്പൊ നോർമൽ വരുന്നത് സാമ്പാർ മസാല, മീറ്റ് മസാല, ഫിഷ് മസാല, അങ്ങനെ ഒരുപാട് മസാലകൾ വരുന്നുണ്ടല്ലോ. അതിന്റെ റെസിപ്പി, അതിന്റെ മിക്സിങ്ങിന് വരുന്ന ഇതെല്ലാം നമ്മൾ അവിടെ വന്ന് നേരിട്ട് സൈറ്റിൽ വന്ന് വർക്ക് ചെയ്യിച്ച് ഇത് ബ്ലെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എടുത്ത് ഇപ്പൊ എന്തെങ്കിലും സാമ്പാറോ അല്ലെങ്കിൽ മസാലകളാണെങ്കിൽ അതെല്ലാം ചെയ്ത് നോക്കി കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് അരിപ്പൊടി വറക്കുന്ന മെഷീനാണ്. ഇത് LPG-യിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഇതിലുണ്ട്. LPG-യിൽ, ഇലക്ട്രിക്കലിൽ, ഫയർവുഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റീമിൽ ചെയ്യുന്നത്. അങ്ങനെ 3-4 രീതിയിൽ വറക്കുന്ന മെഷീനുകളുണ്ട്. ഇതിൽ LPG-യിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതിപ്പോ ഒരിക്കൽ വറക്കാൻ എത്ര സമയം വേണം? ഇതിലൊരു 35-40 മിനിറ്റ് ആണ് വരുന്നത്. കപ്പാസിറ്റി ഇത് 15 കിലോന്റെയാണ്. 15 കിലോ മുതൽ ഇത് 175 കിലോ വരെ ചെയ്യുന്ന മെഷീനുകളുണ്ട് ഒരേ ബാച്ചിൽ. അതുപോലെ ഇത് വരുന്നത് പൊടിക്കുന്ന ധാന്യങ്ങൾ മറ്റെല്ലാം പൊടിക്കുന്ന മെഷീനാണ്. മല്ലിമുളക് ഇതെല്ലാം പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് പൾവറൈസർ എന്ന് പറയുന്നത്. ഇതെല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഇത് പൊടിക്കുന്ന മെഷീനാണ്. അതേപോലെ തന്നെ പൊടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ വറക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഗ്രേഡ് ചെയ്യുന്ന മെഷീൻ, ഇതിനെ സിഫ്റ്റർ, വൈബ്രോ സിഫ്റ്റർ എന്ന് പറയും. അരിച്ചെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ അരിപ്പ. അപ്പൊ എത്ര തരം അരിപ്പുണ്ട് അതിൻ്റെ അകത്ത്? നോർമൽ നമ്മുടെ കയ്യിൽ വരുന്നത് ഒന്ന് പുട്ടിനുള്ളതും ഒന്ന് അപ്പത്തിനുള്ളത്. അങ്ങനെ 2 രീതിയിലുള്ള അരിപ്പകളാണ് ഇതിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കുന്നത്. അരിപ്പെല്ലാം മാറി ഇടുന്നത് വളരെ എളുപ്പമാണ്. ഇതാണ് ഇതിനകത്ത് അരിപ്പ. ഇതിലാണ് അരിച്ച് തരി വരുന്നത്, ഇതിൽ കൂടെ പുറത്ത് വരും. നൈസായി വരുന്ന മെറ്റീരിയൽ അവിടെ താഴേക്ക് അങ്ങനെ സൈഡിലുണ്ട്. ഇതേപോലെ തന്നെ ഒന്ന്. അപ്പൊ ഒറ്റൊരു അരിപ്പ ഉപയോഗിച്ചാൽ മതി അല്ലേ? അത് ഇതിപ്പോ നോർമൽ നൈസ് വരുന്നതിന് ഇതിനേക്കാളും നമ്മുടെ നൈസ് പത്തിരി പൊടിക്കലാണ്. ഇനി പുട്ടിന് വരുമ്പോൾ ഇതിനേക്കാളും കുറേ കൂടിയും വലിപ്പം കൂടുതലുള്ള, ഗ്യാപ്പ് കൂടുതലുള്ള അതിന് വരുന്നതാണ്. അത് വരുന്നത് അടുത്തൊരു മെഷീനാണ് ബ്ലെൻഡർ, മിക്സിംഗ് മെഷീനാണ്. നമ്മൾ മസാലകള്, അതുപോലെ ഈസി പാലപ്പൊക്കെ ചെയ്യുമ്പോൾ അതിൽ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും. ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. റിബൺ ബ്ലെൻഡർ എന്ന് പറയും ഇതിനെ. ഇതിന്റെ കപ്പാസിറ്റി എത്ര? ഇത് 50 കിലോ ഒരു ബാച്ചിൽ ചെയ്യുന്നതാണ്.
ഇതും പല അളവിൽ വരുന്നുണ്ട്. ഏറ്റവും ചെറിയ മെഷീൻ 25 കിലോ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 500, 1000, 1500 കിലോ വരെയൊക്കെ നമുക്ക് ഒരേ ബാച്ചിൽ ചെയ്യാവുന്ന മെഷീനുകളുണ്ട്.